തളപതി വിജയ് എന്ന താരം തമിഴകത്തിന്റെ രാഷ്ട്രീയ അധികാരത്തിലേക്ക് നടന്നെടുക്കുമോ എന്ന ഭയം ഭരണകക്ഷിയായ DMK-യെ വേട്ടയാടുന്നുണ്ടായിരുന്നു. ആ ഭയത്തിൽ നിന്നും രൂപം കൊണ്ട അതിക്രൂരമായ ഒരു തിരക്കഥയുടെ അരങ്ങേറ്റമായിരുന്നു കരൂരിൽ നമ്മൾ കണ്ടത്. 40 നിരപരാധികളുടെ ജീവൻ എടുത്തത് ഒരു അപകടമായിരുന്നില്ല, മറിച്ച് വിജയിയെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാൻ നടത്തിയ ഒരു ആസൂത്രിത നാടകമായിരുന്നു. ഈ ചോദ്യങ്ങൾ ഇന്ന് തമിഴകം മുഴുവൻ ചോദിക്കുകയാണ്. ഒരു വശത്ത് ഇതൊരു ഗൂഢാലോചനയാണെന്ന് വിജയിയുടെ പാർട്ടി ഉറച്ചു വിശ്വസിക്കുമ്പോൾ, മറുവശത്ത് വിജയുടെയും സംഘാടകരുടെയും പിടിപ്പുകേടാണ് ഈ ദുരന്തത്തിന് കാരണമെന്ന് സർക്കാരും വിമർശകരും ഒരുപോലെ പറയുന്നു. സത്യം ആരുടെ പക്ഷത്താണ്? വിജയ് ഒരു ഇരയാണോ അതോ ഉത്തരവാദിയാണോ? ഇത് മനസ്സിലാക്കാൻ ആദ്യം എന്താണ് യഥാർത്ഥത്തിൽ ആ ദുരന്ത രാത്രിയിൽ കരൂരിൽ സംഭവിച്ചത് എന്ന് നമ്മൾ ആദ്യം അറിയണം. നേതൃത്വത്തിൽ കരൂർ ഈറോഡ് സംസ്ഥാന പാതയിലെ വേലുസ്വാമിപുരത്താണ് വെളിച്ചം വെളിവരട്ടും എന്ന പേരിൽ റാലി സംഘടിപ്പിച്ചത്. വിജയെ ഒരു നോക്ക് കാണാനും അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാനും തമിഴകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് ആളുകളാണ് അവിടേക്ക് ഒഴുകിയെത്തിയത്. പാർട്ടി നേതൃത്വം 10,000 പേരെ പ്രതീക്ഷിച്ച സ്ഥാനത്ത് എത്തിയത് 2 ലക്ഷത്തിലധികം പേരായിരുന്നു. വൈകുന്നേരം നടക്കേണ്ടിയിരുന്ന റാലിയിലേക്ക് വിജയ് എത്താൻ ഏകദേശം ഒരു 5 മണിക്കൂറോളം വൈകി. ഈ കാത്തിരിപ്പ് ജനക്കൂട്ടത്തെ അക്ഷമരാക്കി. ഒടുവിൽ രാത്രി 7:45 വിജയ് വേദിയിൽ എത്തിയപ്പോൾ ജനങ്ങളുടെ ആവേശം മണ പൊട്ടി. എല്ലാ നിയന്ത്രണങ്ങളും തകർന്നു. ഇതിനിടയിലാണ് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നത്. ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്ത RK നിർമ്മൽ എന്ന ദൃക്സാക്ഷിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: വിജയ് വേദിയിലേക്ക് എത്തുന്നതുവരെ എല്ലാം ശാന്തമായിരുന്നു. പെട്ടെന്ന് ജനറേറ്ററുമായി ബന്ധിപ്പിച്ചിരുന്ന ഫ്ലഡ് ലൈറ്റുകൾ ഒന്നൊന്നായി ഓഫായി. ഇരുട്ടിൽ ഒരു സ്ത്രീ തന്റെ കാണാതായ കുട്ടിയെ അന്വേഷിച്ച് നിലവിളിക്കാൻ തുടങ്ങി. അതോടെ ആളുകൾ പരിഭ്രാന്തരായി 4 പാടും ഓടാൻ തുടങ്ങി. ആ തിരക്കിൽ നിന്നും രക്ഷപ്പെടാനും കുറച്ചാളുകളെ രക്ഷിക്കാനും എനിക്ക് കഴിഞ്ഞു. പലരും വാഹനങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നത് ഞാൻ കണ്ടു. മുൻ മന്ത്രിയും DMK നേതാവുമായ സെന്തിൽ ബാലാജിയെ 10 രൂപ മന്ത്രി എന്ന് പരിഹസിച്ച് വിജയ് ഒരു ഗാനം ആലപിച്ചപ്പോൾ ജനക്കൂട്ടം ഇളകി മറിഞ്ഞു. ഈ സമയത്താണ് പോലീസ് ലാത്തിചാർജ് തുടങ്ങിയതെന്നും നിർമ്മൽ പറയുന്നുണ്ട്. അതോടെ പൂർണ്ണമായ അരാജകത്വമായി. കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന അമ്മമാർ വരെ നിലത്ത് വീണു. ശ്വാസം കിട്ടാതെ പിടയുന്ന ആളുകളെ കൊണ്ട് റാലി നടന്ന സ്ഥലം ഒരു ദുരന്ത ഭൂമിയായി മാറി. വിജയ് തന്നെ പ്രസംഗം നിർത്തി ആംബുലൻസുകൾക്ക് വഴിയൊരുക്കാൻ അഭ്യർത്ഥിക്കുന്നതും ജനക്കൂട്ടത്തിലേക്ക് വെള്ളക്കുപ്പികൾ എറിഞ്ഞു കൊടുക്കുന്നതും നമ്മൾ കണ്ടതാണ്. പക്ഷേ അപ്പോഴേക്കും കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിയുന്നതും അപ്പുറത്തേക്ക് എത്തിയിരുന്നു. ഈ ദുരന്തം നടന്നതിന് ശേഷം TVK നേതൃത്വം ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ഇതൊരു ഗൂഢാലോചനയാണ് എന്നതാണ്. വിജയുടെ വളർച്ചയിൽ ഭയന്ന DMK സർക്കാർ മനഃപൂർവ്വം ഈ ദുരന്തം സൃഷ്ടിക്കുകയായിരുന്നു എന്നാണ് അവർ വാദിക്കുന്നത്. ഈ വാദത്തെ സാധൂകരിക്കുന്ന ചില കാര്യങ്ങൾ അവർ മുന്നോട്ട് വെക്കുന്നുമുണ്ട്. TVK ആദ്യം ആവശ്യപ്പെട്ടത് DMK-യുടെ വലിയ റാലികൾ നടന്ന കൂടുതൽ സൗകര്യങ്ങളുള്ള സ്ഥലമായിരുന്നു. എന്നാൽ ആ സ്ഥലം നൽകാതെ താരതമ്യേന ഇടുങ്ങിയ വേലുസ്വാമിപുരം റാലിക്കായി അനുവദിച്ചതിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്നാണ് അവർ ആരോപിക്കുന്നത്. കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു വേദി നൽകിയിരുന്നുവെങ്കിൽ ഈ ദുരന്തം ഒഴിവാക്കാമായിരുന്നു എന്നാണ് TVK വാദിക്കുന്നത്. വിജയ് പ്രസംഗിക്കുന്നതിനിടെ അതും സർക്കാരിനെതിരെയും സെന്തിൽ ബാലാജിക്കെതിരെയും ശക്തമായി വിമർശനം ഉന്നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജനറേറ്ററുമായി ഘടിപ്പിച്ച ഫ്ലഡ് ലൈറ്റുകൾ അണഞ്ഞത് എങ്ങനെയാണ്? ഇതൊരു സാങ്കേതിക തകരാറല്ല, മറിച്ച് ആസൂത്രിതമായ ഇരുട്ട് സൃഷ്ടിച്ച് പ്രശ്നമുണ്ടാക്കാനുള്ള ശ്രമമായിരുന്നു എന്ന് TVK സംശയിക്കുന്നു. ജനക്കൂട്ടം ശാന്തമായിരുന്നുവെന്നും വിജയ് സെന്തിൽ ബാലാജിയെ വിമർശിച്ചതിന് പിന്നാലെ പോലീസിന്റെ ഒരു വിഭാഗം പ്രകോപനമില്ലാതെ ലാത്തിചാർജ് നടത്തുകയായിരുന്നുവെന്നും ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. ഇത് ജനങ്ങളെ പരിഭ്രാന്തരാക്കാനും തിക്കും തിരക്കും സൃഷ്ടിക്കാനും കാരണമായി. വിജയ് പ്രസംഗിക്കുന്നതിനിടെ അദ്ദേഹത്തിന് നേരെ ചില ചെരുപ്പുകൾ എറിയുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഒരു യഥാർത്ഥ വിജയ് ആരാധകരും ഇത് ചെയ്യില്ലെന്നും റാലി അലങ്കോലപ്പെടുത്താൻ വേണ്ടി മാത്രം TVK പ്രവർത്തകരെന്ന വ്യാജേന നുഴഞ്ഞു കയറിയവരാണ് ഇതിന് പിന്നിലെന്നും പാർട്ടി ആരോപിക്കുന്നു. 2 ലക്ഷത്തിലധികം പേർ വരുമെന്ന് വ്യക്തമായിട്ടും വെറും 500 പോലീസുകാരെ മാത്രം സുരക്ഷയ്ക്കായി വിന്യസിച്ചത് എന്തുകൊണ്ടാണ്? ഇത് പോലീസിന്റെ ഭാഗത്ത് നിന്നുമുണ്ടായ വെറും വീഴ്ചയല്ല, മറിച്ച് ദുരന്തം സംഭവിക്കട്ടെ എന്ന ഉദ്ദേശത്തോടെയുള്ള ഒത്തുകളിയാണോ എന്നും സംശയിക്കപ്പെടുന്നു. ഈ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് TVK CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതേസമയം മറുഭാഗത്ത് സർക്കാർ വൃത്തങ്ങളും
ആളുകളും വിമർശകരും പറയുന്നത് ഇതൊരു ഗൂഢാലോചനയുമല്ല, മറിച്ച് ടിവികെയുടെയും വിജയുടെയും ഭാഗത്തു നിന്നുമുണ്ടായ കൊടിയ അനാസ്ഥയും പിടിപ്പുകേടുമാണ് ഈ ദുരന്തത്തിന് കാരണം എന്നാണ്. ഈ വാദത്തിനും ശക്തമായ തെളിവുകളുണ്ട്. 5 മണിക്കൂർ വൈകി എത്തിയ സൂപ്പർ സ്റ്റാർ വിജയ് 5 മണിക്കൂറിലധികം വൈകിയാണ് റാലിക്ക് എത്തിയത്. മണിക്കൂറുകളോളം വെയിലും ചൂടും സഹിച്ച് കാത്തുനിന്ന ജനക്കൂട്ടം ഇതോടെ അക്ഷമരും പ്രകോപിതരുമായി. ഈ വൈകൽ നാടകീയത വർദ്ധിപ്പിക്കാനുള്ള ഒരു തന്ത്രമായിരുന്നു എന്ന് പോലും വിമർശനം ഉയരുന്നുണ്ട്. 30,000 പേർ വരുമെന്ന് പോലീസിനെ അറിയിക്കുകയും അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ മാത്രം ഒരുക്കുകയും ചെയ്തത് സംഘാടകരുടെ ഏറ്റവും വലിയ പരാജയമായിരുന്നു. എത്തിയതിന്റെ 6 ഇരട്ടിയിലധികം ആളുകളാണ്. ഇത്രയും വലിയ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാനുള്ള യാതൊരു സംവിധാനവും അവിടെ ഉണ്ടായിരുന്നില്ല. ജില്ലാ ഭരണകൂടം നൽകിയ 23 സുരക്ഷാ നിർദ്ദേശങ്ങൾ ടിവികെ പാലിച്ചില്ലെന്നും സർക്കാർ ആരോപിക്കുന്നു. ആളുകൾക്ക് വരാനും പോകാനും വെവ്വേറെ വഴികൾ, ശക്തമായ ബാരിക്കേഡുകൾ, മെഡിക്കൽ ടീമുകൾ എന്നിവയൊന്നും കൃത്യമായി ഒരുക്കിയിരുന്നില്ല. കരൂരിലെ സംഭവം ഒറ്റപ്പെട്ടതല്ല. ഇതിനു മുമ്പ് നടന്ന തിരുച്ചിറപ്പള്ളി റാലിയിൽ ഒരാൾ കുഴഞ്ഞു വീണ് മരിച്ചിരുന്നു. മധുരയിലും കോയമ്പത്തൂരിലും നടന്ന റാലികളിൽ തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ബാരിക്കേഡുകൾ തകരുകയും ചെയ്തിരുന്നു. വരാനിരിക്കുന്ന ഒരു വലിയ ദുരന്തത്തിന്റെ സൂചനകളായിരുന്നു ഇതെല്ലാം. എന്നിട്ടും വിജയോ ടിവികെയോ എന്തുകൊണ്ട് ആവശ്യമായ മുൻകരുതലുകൾ എടുത്തില്ല എന്ന ചോദ്യം പ്രസക്തമാണ്. ഈ ദുരന്തത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് തിരുച്ചിറപ്പള്ളി റാലിയുമായി ബന്ധപ്പെട്ട ഒരു കേസ് പരിഗണിക്കവേ മദ്രാസ് ഹൈക്കോടതി ജസ്റ്റിസ് എൻ സതീഷ് കുമാർ വിജയുടെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. എന്തെങ്കിലും അനിഷ്ട സംഭവം ഉണ്ടായാൽ ആര് ഉത്തരവാദിത്തം ഏറ്റെടുക്കും? പാർട്ടി പ്രസിഡന്റ് എന്ന നിലയിൽ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാനുള്ള ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട്. കോടതിയുടെ ആ മുന്നറിയിപ്പ് എത്ര പെട്ടെന്നാണ് യാഥാർത്ഥ്യമായത്? ഈ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് വിജയ്ക്കും ടിവികെ നേതാക്കൾക്കുമെതിരെ കേസ് എടുക്കണമെന്ന് DMKയും മറ്റ് പാർട്ടികളും ആവശ്യപ്പെടുന്നത്. ഈ ദുരന്തം സിനിമയിലെ അതികായനായ നായകനും യഥാർത്ഥ ജീവിതത്തിലെ വിജയ് എന്ന വ്യക്തിയും തമ്മിലുള്ള വലിയ ദൂരമാണ് കാണിച്ചു തന്നതെന്ന് പലരും വിമർശിക്കുന്നുണ്ട്. സിനിമയിൽ ഒറ്റയ്ക്ക് ആയിരങ്ങളെ നേരിടുന്ന നായകൻ സ്വന്തം അണികൾ ശ്വാസം കിട്ടാതെ പിടയുമ്പോൾ നിസ്സഹായനായി നോക്കി നിൽക്കുകയായിരുന്നു. വെള്ളക്കുപ്പികൾ എറിഞ്ഞു കൊടുക്കാനും ആംബുലൻസിന് വഴിയൊരുക്കാൻ അഭ്യർത്ഥിക്കാനും മാത്രമേ അദ്ദേഹത്തിന് സാധിച്ചുള്ളൂ. ദുരന്തമുണ്ടായ മണിക്കൂറുകൾക്ക് ശേഷമാണ് വിജയുടെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം പോലും വരുന്നത്. എന്നാൽ മുഖ്യമന്ത്രി സ്റ്റാലിൻ ഉടൻ തന്നെ പ്രതികരിക്കുകയും മന്ത്രിമാരെ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ അയക്കുകയും ചെയ്തു എന്ന വിമർശനവും ഒരു ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. ഇതും ആസൂത്രിതമാണോ എന്നും അതേസമയം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. MGRന്റെ പിൻഗാമിയാകാൻ ആഗ്രഹിക്കുന്ന വിജയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ പിഴവാണിതെന്നും പറയുന്നു. MGRും ലക്ഷങ്ങളെ ആകർഷിച്ച നേതാവായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ റാലികളിൽ അണികളുടെ ചോര വീണിരുന്നില്ല. വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിൽ തന്നെ ഈ ചോരക്കറ വീണിരിക്കുന്നു. ഇപ്പോൾ കാര്യങ്ങൾ കോടതിയുടെ പരിഗണനയിലാണ്. സർക്കാർ ജസ്റ്റിസ് അരുണ ജഗദീഷിന്റെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ കമ്മീഷനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ ടിവികെ ഇതിൽ തൃപ്തരല്ല. അവർക്ക് CBI അന്വേഷണം തന്നെ വേണമെന്നാണ് പറയുന്നത്. അവരുടെ ഭാഗത്തും ന്യായമുണ്ട്. വിജയ് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 20 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപയും ധനസഹായം പ്രഖ്യാപിച്ചു. സർക്കാരും പ്രധാനമന്ത്രിയും ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ പണം കൊണ്ട് ആ ജീവനുകൾ തിരികെ നൽകാനാകില്ലല്ലോ. കരൂർ ദുരന്തം തമിഴക രാഷ്ട്രീയത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. വിജയ് എന്ന പ്രതിഭാസത്തെ രാഷ്ട്രീയമായി നേരിടാൻ DMKക്ക് കിട്ടിയ ഏറ്റവും വലിയ ആയുധമായി ഇത് മാറും. ഇനിയുള്ള വിജയുടെ റാലികൾക്ക് കടുത്ത നിയന്ത്രണങ്ങൾ വരും. ഈ ദുരന്തത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് വിജയ്ക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയുമോ? തമിഴ് ജനത അദ്ദേഹത്തെ ഒരു ഗൂഢാലോചനയുടെ ഇരയായി കാണുമോ? അതോ സ്വന്തം അണികളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയാത്ത ഒരു പരാജയപ്പെട്ട നേതാവായി കാണുമോ? ഈ ചോരക്കറ മായ്ച്ച് തമിഴകത്തിന്റെ തലപ്പത്തേക്ക് എത്താൻ ദളപതിക്ക് കഴിയുമോ? കാലം തന്നെ ഇതിനെല്ലാം ഉത്തരം നൽകും. കരൂർ ദുരന്തത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇതൊരു അട്ടിമറിയാണോ അതോ സംഘാടകരുടെ വീഴ്ചയാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി.